നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ കണ്ട കരുത്തുറ്റ വനിതകളിൽ ഒരാളാണ് നിർമ്മല സീതാരാമൻ. രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും പ്രചോദനവും. ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമാണ് നിർമ്മല. മധുര സ്വദേശിയും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും എംഫിലുമുള്ള നിർമ്മല സീതാരാമനെ മോദിയുടെ 3 മന്ത്രിസഭയിലും ക്യാബിനറ്റ് റാങ്ക് ലഭിച്ചു. ആദ്യ മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായിരുന്നു. ഇന്ദിരയ്ക്ക് ശേഷം ഇന്ത്യ കണ്ട രണ്ടാമത്തെ വനിതാ പ്രതിരോധ മന്ത്രി. രണ്ടാം മോദി സർക്കാരിൽ ധനമന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും ചുമതല വഹിച്ചു. അങ്ങനെ രാജ്യത്തെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രിയുമായി. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നിർമ്മല സീതാരാമൻ ഇപ്പോഴും സർക്കാരിന് തലവേദനയാണ് തരാറുള്ളത്. കേരളത്തിലെ ധനകാര്യത്തെ സംബന്ധിച്ചിടത്തോളം NDA സർക്കാരിന്റെ അധികാരാരോഹണവും കേരളത്തിൽ UDFിനുണ്ടായ വിജയവും ഏറ്റവും നിരാശാജനകമാണെന്ന് മുൻ ധനമന്ത്രിയും പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. നിർമ്മല സീതാരാമൻ ധനമന്ത്രിയായുള്ള മോദിയുടെ രണ്ടാം സർക്കാരാണ് നാളിതുവരെ രാജ്യത്ത് പ്രാബല്യത്തിലിരുന്ന വായ്പാ മാനദണ്ഡങ്ങൾ തിരുത്തിക്കൊണ്ട് കേരള സർക്കാരിന്റെ സാധാരണഗതിയിലുള്ള വായ്പ വെട്ടിക്കുറച്ച് ധനപ്രതിസന്ധി സൃഷ്ടിച്ചതെന്നും അതേ നിർമ്മല സീതാരാമൻ വീണ്ടും ധനകാര്യ മന്ത്രിയാകുമ്പോൾ കേന്ദ്ര സമീപനത്തിൽ മാറ്റമൊന്നും പ്രതീക്ഷിക്കാനാവില്ലല്ലോ എന്നും തോമസ് ഐസക് ചോദിച്ചു. UDFിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് കേരളത്തിനെതിരായ ഈ സാമ്പത്തിക ഉപരോധം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയത്. കേരളത്തിന് വേണ്ടി വാദിക്കാൻ വീണ്ടും ഒരു MPയെ ലോക്സഭയിലുണ്ടാവും. രാജ്യത്ത് ആദ്യമായി ധനകാര്യം സംബന്ധിച്ച് കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായ കേരളത്തോട് കൂടുതൽ വിവേചനപരമായ നിലപാടായിരിക്കും ഒരുപക്ഷെ കേന്ദ്രം സ്വീകരിക്കുക. 1999 കേരള നിയമസഭ ഏകകണ്ഠമായിട്ടാണ് കിഫ്ബി നിയമം പാസാക്കിയത്. 2016 ഏകകണ്ഠമായിട്ടാണ് കിഫ്ബി നിയമം പരിഷ്കരിച്ചത്. ഇതിനിടയിൽ UDFിന്റെ കാലത്ത് കിഫ്ബി വഴി വായ്പ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും കിഫ്ബി വായ്പ സർക്കാരിന്റെ വായ്പയായി കണക്കാക്കിയിരുന്നില്ല. ഇതുപോലുള്ള മറ്റ് ഓഫ് ബജറ്റ് വായ്പകളും സർക്കാർ വായ്പയായി കണക്കാക്കുന്നു പതിവില്ല. ഓരോ വർഷവും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഓഫ് ബജറ്റ് വായ്പ എടുത്തുകൊണ്ടിരുന്ന കേന്ദ്ര സർക്കാരും കണക്കെഴുതുമ്പോൾ അവ ബജറ്റിന് പുറത്തുള്ള വായ്പയായിട്ടാണ് കണക്കാക്കുക. അവ കേന്ദ്ര സർക്കാരിന്റെ കടബാധ്യതയായി പരിഗണിച്ചിട്ടില്ല. ഈ ചട്ടമാണ് കേന്ദ്ര സർക്കാർ തിരുത്തിയത്. കേന്ദ്രത്തിന് ആവാം, സംസ്ഥാനത്തിന് പറ്റില്ല എന്നാണ് വാദം. UDFിന് ഒരു പ്രതിഷേധവുമില്ല. ഇങ്ങനെ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ടോ എന്നത് സുപ്രീം കോടതി വിധി പറയട്ടെ. പക്ഷേ നിലവിലുള്ള മാനദണ്ഡത്തിൽ മാറ്റം വരുത്തുമ്പോൾ അതിന് എങ്ങനെയാണ് മുൻകാല പ്രാബല്യം നൽകുക? ഇനിമേൽ കിഫ്ബി എടുക്കുന്ന വായ്പകൾ സർക്കാർ കടമായി കണക്കാക്കുമെന്നല്ല, 2016 മുതലുള്ള വായ്പകൾ സർക്കാർ കടത്തിൽ ഉൾപ്പെടുത്തുമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ പോലും കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന സമീപനം സ്വീകരിക്കാൻ UDF തയ്യാറല്ല. കേന്ദ്ര വിവേചനത്തിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടി വരും. കേരളത്തിന്റെ ധനകാര്യത്തെക്കുറിച്ചും കടഭാരത്തെക്കുറിച്ചും UDFും മാധ്യമങ്ങളും ചില പണ്ഡിതന്മാരും സൃഷ്ടിച്ചിട്ടുള്ള പൊതുബോധ്യത്തെ പൊളിച്ചെടുക്കേണ്ടതുണ്ട്. റോഡുകൾ, പാലങ്ങൾ, വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, വ്യവസായ പാർക്കുകൾ തുടങ്ങി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാദൃശ്യമായ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല. അവയൊക്കെ അടുത്തൊരു 1/4 നൂറ്റാണ്ട് കൊണ്ട് പണിതാൽ മതിയായിരുന്നോ എന്ന ചോദ്യമാണ് അവയുടെ ഗുണഭോക്താക്കളായ ജനങ്ങളുടെ മുന്നിൽ ഉയർത്തേണ്ടത്. ഈ പ്രക്ഷോഭ പ്രചാരണം നടന്നതിനോടൊപ്പം ഇന്നത്തെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള മുൻഗണനകളും നിശ്ചയിക്കേണ്ടതുണ്ടെന്നും ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചു.